ഈ കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞു. യേശുവാണുള്ള ആ ഭൗതിക ശരീരത്തിൻ്റെ ശിരസ് യേശുവിനോട് ചേർന്നുള്ളതായ ജീവിതമാണ് ഈ കുഞ്ഞ് നയിക്കാൻ പോകുന്നത്. തന്മൂലം കുഞ്ഞ് നിത്യജീവന് അവകാശിയായി തീർന്നു. സ്വർഗരാജ്യം സ്വർഗഭാഗ്യം ലഭിക്കുകയാണ് കുഞ്ഞിന്. സ്വർഗരാവിന് തിരുനാട് ദിവസങ്ങളാണ് ഇതെല്ലാം. സ്വർഗത്തിലേക്ക് ഈ കുഞ്ഞ് യേശുവിനോട് കൂടി തന്നെ പിന്നീട് പോകുന്നു. ഈ കുഞ്ഞ് ശരീരത്തിൽ നിന്നുള്ള പ്രകാശ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് കുഞ്ഞ് വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നത്, പൂർണ്ണ ക്രൈസ്തവരായിത്തീരുന്നത്, ക്രിസ്തുവിൻ്റെ പണയാളിയായിത്തീരുക. അങ്ങനെ ഉള്ളതായ പ്രകാശയാണ് ശരീരത്തിൽ നിന്നുള്ള പ്രകാശ. എന്തെങ്കിലും നന്മ പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ഈ കുട്ടിക്കുണ്ടാവുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിക്കാനൊക്കെ ഉള്ളതായ ഒരു വലിയ അനുഭവം കുഞ്ഞിനുണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വർഗീയമായ ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസമ്മേളനത്തിൽ പരിശുദ്ധമായ ഗാനങ്ങളാണ്. ഇതെല്ലാം കുഞ്ഞിനിപ്പോൾ ലഭിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ശുശ്രൂഷി പ്രാർത്ഥിക്കുമ്പോൾ മാമോദിസയിലൂടെ ദൈവങ്ങളായി തീർന്ന പരിശുദ്ധ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവേ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്താനും ഇവിടെ ശക്തിയാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവിടെ വളർത്തുന്ന മാതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അനുഗ്രഹം പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിതപൂർണ്ണതയിലേക്ക് ഇവൾ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയെ ആശ്രയം വയ്ക്കുവാനും ഇപ്പോൾ ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷത്തിൽ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തെ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കടന്നു വരാനായിട്ട് ഇപ്പോൾ ആയുസ്സും പാടുകയാണ്. പരിശുദ്ധാത്മാവേ നീളം വരണമേ എൻ്റെ ഹൃദയത്തിൽ ചിന്തയിനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അന്ധകാരവീപ്പുമാത്തിടും ചന്തമേറുന്ന ദീപമേ പ്രിയ സഹോദരൻ, പൊരുത്തവന്റെ കൃപാവര പൂർണ്ണതയാൽ കാർമേൽ ഈ ദാസിയെ മുദ്രിതയാക്കാൻ തുടങ്ങുന്നു. കർത്താവേശക്തനായത് സ്ത്രീമാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ത്രീമാരുടെയും അവരുടെ പിൻഗാമികളുടെയും കയ്യൊപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസനെ നൽകുന്നതിന് എളിയനായ യോഗ്യനാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മുഹമ്മദ് പുതുജന്മയുടെ മൗലിക ശരീരത്തിലും നിത്യജീവനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ ആത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. അമ്പപിതാവിനെ നമ്മെ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ദാസിക്ക് നൽകണമേ. കൈവഴി ദൈവാലയനാരഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്പടയാളി സഭയുടെ വിശിഷ്ടദാസിയുമായി ജീവിക്കുവാൻ ഇവിടെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവിടെ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവൻ നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ദൈവത്തിനും പരിശുദ്ധമായ സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ഏലിയമ്മ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവിതായമായ അടയാളം പരിശുദ്ധാത്മാവിൻ്റെ വിഭാഗത്തുന്നതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. കൃഷിയായുടെ ദൈവപരിമളം ജീവിതത്തിലുടനീളം പ്രചരിപ്പിക്കുവാൻ ഇവൾക്കിടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെ അടയാളമായി ഏലിയമ്മ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവൻ്റെ കിരീടം അണിയിക്കപ്പെടുന്നു. വാട്ടി പാടാത്തിരുന്നാം വാട്ടി പാടാത്തിരുന്നാം എപ്പോഴും നയിക്കാമേ.
വചനത്തിനെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാദർ ജെറമി കുഞ്ഞുങ്ങളാണ്. ഞാൻ ഇടുക്കി രൂപയ്ക്ക് വേണ്ടിയാണ് വരികയായിരിക്കുന്നത്. ഇടുക്കി രൂപമാണ്. ഇപ്പോൾ തൊടുപുഴയ്ക്ക് വെൺമണി പള്ളിയിൽ അച്ഛനായിട്ട് ശുശ്രൂഷിക്കുന്നു. കഴിഞ്ഞ ജനുവരി 2-ാം തീയതിയാണ് വരുവാൻ. ഇന്ന ദിവസം ഇവിടെ വരുവാൻ ഞാൻ പരികർമ്മ ചെയ്യുന്ന ആദ്യത്തെ മാമോദീസയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന ദിവസം ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് വിളിച്ചതിന് എല്ലാവരെയും ശിക്ഷകനെയും നന്ദിയോടെ ഓർമ്മ വയ്ക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാം. ഇടുക്കി രൂപയിൽ തന്നെയായിരിക്കും മിക്കവാറും ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും എന്നെയും ഓർമ്മ വയ്ക്കുക. പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കരുതുന്നില്ല. എന്നാൽ പോലും വൈകുന്നേരങ്ങളിൽ നമ്മൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചെല്ലുമ്പോൾ ഒരു ദിവസത്തിൽ 10 വീതം 50 നന്മ നിറഞ്ഞവരങ്ങ് ചൊല്ലി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അതിനകത്ത് 49 നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി എടുത്തുള്ളത്. അതിനകത്ത് ഒരു നന്മ നിറഞ്ഞവരെ എനിക്ക് വേണ്ടി നിങ്ങൾ ചെല്ലുമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈശോ ആഗ്രഹിക്കുന്ന ഒരു നല്ല വൈദികനായിട്ട് അച്ഛന്മാർക്ക് നമ്മൾ ഒത്തിരി വിശേഷങ്ങൾ കൊടുക്കാറുണ്ട്. നല്ല അച്ഛൻ, മിടുക്കനായ അച്ഛൻ, അങ്ങനെ നല്ലത് ചീത്തയായ ഒത്തിരി വിശേഷങ്ങളാണ് അച്ഛന്മാർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന നല്ല വിശേഷങ്ങൾ ലഭിക്കുന്ന നല്ലൊരു പുരോഗതിയാണ് ജീവിക്കാൻ നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ഓർമ്മിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കുന്നതാണ്. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, സ്തുത്യവും പരിശുദ്ധവും ജീവനായും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. പ്രതീക്ഷയായ സ്തുത്യവും പരിശുദ്ധവും ജീവനായും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധനമായ ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും എന്നേക്കും. Bye.
ദൈവം കരുണയോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കും.